തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനു മുൻപ് അവസരങ്ങൾ ഉണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ 2 മണ്ഡലത്തിനും സന്തോഷമാകുന്നൊരു തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം റായ്ബറേലിയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലിയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത്. ദേശീയ തലത്തിൽ UP ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരണം. എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ്. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാർ 2 സ്ഥലത്ത് മത്സരിക്കുന്നത്? 2 സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ലല്ലോ, ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. 2 സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജിവെക്കും, 2 സ്ഥലത്തും തെരഞ്ഞെടുക്കപ്പെട്ടാൽ. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട്? ഇന്ത്യയുടെ ഹൃദയത്തിൽ അഴിഞ്ഞുകയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. ഇദ്ദേഹം എവിടുന്ന രാജ്യസഭയിലായത്? ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നറിയാമോ? രാജ്യസഭ മെമ്പറായപ്പോ ഇതൊക്കെ പറയുമ്പോ ഈ ഒരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലല്ലോ കേന്ദ്രമന്ത്രിയായത്, ഏതോ സംസ്ഥാനത്ത് പോയിട്ട് MP ആയിട്ടല്ലേ. ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട്.